ഹലോ വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. കുക്കിംഗ് വീഡിയോ ആണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റ് ആണ്. ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ജ്യൂസി ചിക്കൻ റോസ്റ്റ് റെസിപ്പി നിങ്ങളെ കാണിക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണും കേട്ടോ. ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 1 കിലോ ചിക്കൻ ആണ്. ആദ്യം നമുക്ക് ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. 1 കിലോ ചിക്കൻ പീസാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് എല്ലിന്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. കട്ട തൈര്. 2 ടേബിൾ സ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ച് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി. 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും കൈകൊണ്ട് തന്നെ ചെയ്യുന്നത് ഞാൻ പറയാറുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്പൂൺ ഉപയോഗിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു മിനിമം 30 മിനിറ്റ്, 1 മണിക്കൂറൊക്കെ വെച്ചാൽ വളരെ നല്ലതായിരിക്കും. ഒരു 30 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം 1 മണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭംഗിയായിട്ട് മസാലയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി ഇതിൽ ചെയ്യാൻ അല്പം ടൈം എടുക്കുന്ന ഒരു പരിപാടി, ഒന്ന് ചെറുതാക്കി ഫ്രൈ ആക്കി എടുക്കണം. ഭയങ്കര ഹാർഡായിട്ടല്ല, ഒന്ന് എന്താ പറയുക, ഒന്ന് ജ്യൂസി ആയിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് പാനിൽ. ഈ കഷ്ണം വന്നിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. അപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫ്ലെയിം പരമാവധി കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഹാർഡായി പോവും. അപ്പൊ ഇതൊരു 2 മിനിറ്റ് കഴിഞ്ഞ് മറിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മസാലയൊക്കെ ഇളകി പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് ഒരു 5 മിനിറ്റോളം ഫ്രൈ ആയിട്ടുണ്ട് കണ്ടല്ലോ. ഒരു ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഹാർഡാവാൻ പാടുന്നത് അതുകൊണ്ടാണേ. നമുക്ക് ഈ പീസിനെ മാറ്റിയെടുക്കാവേ. എല്ലാ പീസസും വറുത്ത് കോരിയ ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ മൊത്തം ഞാൻ പറഞ്ഞതുപോലെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കണ്ടോ. യെസ്, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വറുത്ത എണ്ണയില്ലേ ഒഴിച്ചു വെച്ച്, അതിൽ നിന്ന് കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് സവാള ഒന്ന് വറുത്തെടുക്കാൻ ആവശ്യമായിട്ട് എണ്ണ ഒഴിച്ചാൽ മതിയേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 4 മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഈ സവാളയുടെ കരുകരിപ്പൊന്ന് മാറി വരണം, ഒരു ട്രാൻസ്പാരന്റ് ആയി വരുന്നവരെ ഒന്ന് ചെയ്താൽ മതി. ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകാൻ പാടില്ല കേട്ടോ. യെസ്, ഇത്രയും വാടിയാൽ മതി കേട്ടോ. ഒരു ആ കരുകരിപ്പ് മാറുന്നൊരു പരിവായാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടൊമാറ്റോ, ഒരു മീഡിയം തക്കാളിയാണ് അരിഞ്ഞിട്ട് കൊടുക്കേണ്ടത്. അപ്പം ഇനി ടൊമാറ്റോ ഇതുമായിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് ചേരട്ടെ കേട്ടോ. അപ്പോൾ ഇതേ ടൊമാറ്റോ ഇതായിട്ടൊന്ന് വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പൊടികൾ ആഡ് ചെയ്യണേ. ഞാൻ ആദ്യം ചേർക്കാൻ പോണേ 1 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയാണ്. നമ്മൾ നേരത്തെ ഇട്ടത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പം മൊത്തം 3 ടേബിൾ സ്പൂൺ ആയി കേട്ടോ. പ്ലസ് 1 ടേബിൾ സ്പൂൺ തന്നെ ചില്ലി ഫ്ലേക്സ്, ചതച്ച മുളകാണ് ചേർക്കുന്നുണ്ട്. വീണ്ടും 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. നേരത്തെ 1 ടീസ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നേ. 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. ഇനി ഒരു 1 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇട്ടാലൊരു പ്രത്യേക ടേസ്റ്റ് ആണ്, ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ഈ മസാലകളുടെ പച്ചമണം ഒന്ന് മാറട്ടെ കേട്ടോ. ഇത് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ച എണ്ണ ഇവിടെ ബാക്കിയിരിപ്പുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ സമയം വറുത്ത് വെച്ച ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി ചേർക്കുക കേട്ടോ. നൈസ് ലുക്കിംഗ് അല്ലേ. ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് നമ്മൾ ഈ ചിക്കൻ പീസ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞങ്ങൾ നോക്കിയിരുന്നു, ഉപ്പുണ്ടായിരുന്നു ആവശ്യത്തിന്. യെസ്, ഇനി നമ്മൾ ലിഡ് കൊണ്ട് ഇതിനെ അടച്ചു വെക്കുക. ഒരു ലോ ഫ്ലെയിമിൽ, നമ്മൾ ഫ്ലെയിം ഓൾമോസ്റ്റ് ലോയിലാണ് ചെയ്തിരിക്കുന്ന മൊത്തം. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരുന്നതിന് ശേഷം നമുക്ക് പിന്നെയും കാണാം. നമ്മുടെ ചിക്കൻ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ വെന്തിട്ടുണ്ട്. നല്ല യമ്മി ലുക്കിംഗ് ആയിട്ട് റിപ്പോർട്ട് കണ്ടല്ലോ. ഞങ്ങൾ ഇത്രയും ഡ്രൈ ആയിട്ട് എടുക്കുക. നിങ്ങൾ കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ ചൂടുവെള്ളം
ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഗ്രേവിയൊക്കെ എടുക്കാം. ഇവിടെ മക്കൾക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. ഇനി ലാസ്റ്റ് ഒരു പരിപാടി എന്താ വെച്ചാൽ, നമ്മളിത് ഒരു ടൊമാറ്റോ ഞാനിങ്ങനെ സ്ലൈസാക്കി ടൊമാറ്റോ വെച്ചു കൊടുക്കാം. ഒരു ഭംഗിയാണ്, രസമാണ്. ഇനി ഒരു 2 പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണേ. ഇതിന് പുറത്ത് കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരുന്നാൽ നമ്മുടെ ഇടിവെട്ട് ചിക്കൻ റോസ്റ്റ് റെഡിയാണ്. എന്നാലും ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഒന്നുകൂടെ കാണാം കേട്ടോ. ഇത് അവസാനം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇത് മുന്നിലെത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടല്ലോ, കണ്ടോ. അപ്പൊ ഇത്രയും ഡ്രൈ ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഡിന്നറിന് അപ്പത്തിന്റെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്, കണ്ടല്ലോ. ഇനി ഞങ്ങൾ എപ്പോഴും ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം മുളകൊക്കെ കൂട്ടി ഉണ്ടാക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് കൂട്ടുക, കുറയ്ക്കുക, ഉപ്പൊക്കെ നോക്കിയിട്ട് ചെയ്യുക. ഐറ്റം അടിപൊളിയാണ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. യെസ്, അപാര ടേസ്റ്റ് ആട്ടോ. അപ്പത്തിന് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. ചപ്പാത്തിയുടെ കൂടെയും അടിപൊളിയായിരിക്കും. എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായം കമന്റ് ചെയ്യൂ കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.